ഹായ്. ഏഹ്, നമ്മുടെ യൂണിക്രോപ്പ് ഫെർട്ടിലൈസറിനെ പറ്റിയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് 4 ടൈപ്പ് ഫെർട്ടിലൈസറാണ് യൂണിക്രോപ്പിൽ വരുന്നത്. അതിൽ ഒന്ന് വരുന്നത് യൂണിക്രോപ്പ് സോയിൽ, പിന്നെ വരുന്നത് യൂണിക്രോപ്പ് 19, പിന്നെ വരുന്നത് യൂണിക്രോപ്പ് 46 ആൻഡ് ലാസ്റ്റ് വരുന്നത് യൂണിക്രോപ്പ് 52. അപ്പോൾ അതിൽ നമ്മൾ എന്തിനാണ് സോയിൽ ഉപയോഗിക്കുന്നത്? അതായത് നമ്മളൊരു ചെടി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ ചെടികൾ അല്ലെങ്കിൽ നമ്മളുടെ മരങ്ങൾ, ഈ മരങ്ങൾക്ക് വേണ്ടത്ര പോഷകങ്ങൾ മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്നത് അതിൻ്റെ വേരുകളാണ്. അപ്പോൾ ഈ വേരുകൾക്ക് കൃത്യമായിട്ട് വേരുകൾ വരുന്നതും ആ വേരുകൾ ആവശ്യമായ പോഷകങ്ങൾ വലിച്ചെടുക്കാനായിട്ട് മണ്ണിൽ പോഷകങ്ങളെ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ശക്തി അത് കൃത്യമായിട്ട് വലിച്ചെടുത്താലാണ് അത് ആ തണ്ടിലേക്കും അല്ലെങ്കിൽ അതിൻ്റെ പൂവിലേക്കും കായലിലേക്കും ഒക്കെ വരാൻ അല്ലെങ്കിൽ അതിന് വളരാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മുടെ മണ്ണിൽ ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ചണ്ടി അല്ലെങ്കിൽ ചപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അവസാനം അതിൻ്റെ ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നതാണ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്കൊരു കൃഷി ചെയ്യുമ്പോൾ ആദ്യം തന്നെ മണ്ണ് തയ്യാറാക്കുമ്പോൾ അതിലുപയോഗിക്കുന്നതാണ് സോയിൽ. അതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മില്ലി സോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒഴിക്കേണ്ടത് 2 ലിറ്റർ വെള്ളത്തിലാണ് മിക്സ് ചെയ്യേണ്ടത്. 10 മില്ലി എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു തെങ്ങിനാണ് കൊടുക്കുന്നതെങ്കിൽ 5 മില്ലി സോയിലാണ് ഒരു തെങ്ങിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് 10 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി സോയിൽ എടുത്തിട്ട് അത് ഒരു ബക്കറ്റിൽ മിക്സ് ചെയ്തിട്ട് അത് തെങ്ങിനൊഴിക്കാം. അതിപ്പോൾ ഒരു വാഴയ്ക്കാണെങ്കിലും അത് ഒരു 5 മില്ലി എടുത്തു കഴിഞ്ഞാൽ അത് 20 ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് 2 വാഴകൾക്ക് കൊടുക്കാം. 10 ലിറ്റർ ആയിട്ട് 2 വാഴകൾക്ക് കൊടുക്കാം. ഇതിങ്ങനെ 20 ദിവസം കൂടുമ്പോൾ കൊടുക്കാനുള്ളതാണ്. ആദ്യത്തെ 20 ദിവസം കൂടുമ്പോൾ ആദ്യം കൊടുക്കുക, പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞ് കൊടുക്കുക, പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞ് അത് മണ്ണിന് കൊടുക്കേണ്ടതാണ്. ഇതിന് ഗാർഡനിലൊക്കെ ആണെങ്കിൽ തക്കാളി ചെടി അല്ലെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ അതിന് 2 മില്ലിയാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. 2 മില്ലി, മാക്സിമം 3 മില്ലി വരെ ഉപയോഗിക്കാം. അതായത് ഒരു 5 മില്ലി എടുത്തു കഴിഞ്ഞാൽ ഒരു 5 മില്ലി സോയിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി സോയിൽ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ അത് സ്പ്രേ ചെയ്യുക മണ്ണിൽ. ഗാർഡനിലൊക്കെ ആണെങ്കിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ചെറിയ ചെറിയ ചെടികൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക. അതെന്തിനാണ്? മണ്ണ് ശരിക്കും വേരുകൾ പിടിക്കാനും വളം അല്ലെങ്കിൽ ചെടിക്ക് ആവശ്യമായ നൈട്രജനും ഫോസ്ഫറസും മാഗ്നീഷ്യവും ഒക്കെ മണ്ണിൽ നിന്നും വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും മണ്ണിൻ്റെ pH ലെവൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുമാണ് സോയിൽ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ പിന്നെ വരുന്നതാണ് യൂണിക്രോപ്പ് 19 ഉപയോഗിക്കുന്നത് നമുക്ക് ചെടിക്ക് ബലം കൊടുക്കുന്നതിനും അതിന് വളർച്ച വേഗത്തിലാക്കുന്നതിനും തണ്ടുകൾക്ക് ബലം കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് 19. അതിലും ഈ പറയുന്നത് പോലെ NPK എന്ന് പറയും, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, ഇതൊക്കെയാണ് മെയിനായിട്ടും 19 വരുന്നത്. അപ്പോൾ 19 അടിക്കുമ്പോൾ ഇതേ അനുപാതത്തിൽ തന്നെ ഒന്നുകിൽ സ്പ്രേ ചെയ്യുകയാണ് വേണ്ടത് 19. വലിയ ചെടികളൊക്കെ ആണെങ്കിൽ നമുക്കത് മരത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. വലിയ തെങ്ങൊക്കെ അപ്പോൾ അതാണെങ്കിൽ അത് നമ്മൾ തെങ്ങിൻ്റെ കടക്കിൽ ഒഴിക്കാനേ പറ്റുള്ളൂ. തെങ്ങ്, വാഴയ്ക്കൊക്കെ പരമാവധി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഗുണം ചെയ്യുക. അപ്പോൾ 19 ചെയ്ത് കൊടുക്കുമ്പോഴും ഇതേ അനുപാതത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ പൂക്കാത്ത മാവ്, പ്ലാവ് അല്ലെങ്കിൽ പൂക്കാത്ത സസ്യങ്ങൾക്കൊക്കെ പൂക്കാനും കായ ഉണ്ടാവാനും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും 19 അടിക്കുന്നത് നല്ല മഴയൊക്കെ കിട്ടിയിട്ട് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെയാണ് ഈ സാധാരണ വരുന്ന സീസണബിൾ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ചെടികൾക്ക് സാധാരണ ഉപയോഗിക്കുക 19. അതല്ല ഓൾ ടൈം കായ്ക്കുന്ന ചെടികൾക്ക് എപ്പോൾ വേണമെങ്കിലും 19 അടിക്കാം. അതുപോലെ ഗാർഡനിലെ ഫ്ലവറൊക്കെ വരാനായിട്ടൊക്കെ 19 അടിക്കാം. അതുപോലുള്ള എല്ലാത്തിനും 19 അടിക്കുന്നത് നല്ലതാണ്. ഗാർഡനിൽ ഉപയോഗിക്കുമ്പോൾ വളരെ ചെറിയ ഒരളവിൽ, അതായത് ഒരു 5 മില്ലി എടുത്തു കഴിഞ്ഞാൽ 2 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ, 19. അതുകൂടാതെ പിന്നെ വരുന്നതാണ് 46. പൂവിട്ടതിന് ശേഷം അടിക്കുന്നതാണ് 46. അത് കായ്ക്ക് കേടുവരാതെയും കായ നല്ലതുപോലെ ഉണ്ടാകുന്നതിനും അത് നല്ല പിന്നെ കേടില്ലാത്ത കായകളും അതുപോലെ അത്യാവശ്യം എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും അതിൻ്റെ മധുരവും അതുപോലെ അതിന് കൂടുതൽ ബലം കൊടുക്കുന്നതിനൊക്കെയാണ് 46 അടിക്കുന്നത്. അതും ഇതേപോലെ വളരെ ചെറിയ അനുപാതത്തിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
ഒരു ലിറ്റർ വെള്ളത്തിൽ 2 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഒരു 5 മില്ലി മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അത് ഒരു 1-2 തവണയായിട്ട് ഒരു 20 ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുക്കാം. ഫൈനൽ സ്റ്റേജിൽ വരുന്നതാണ് 52 എന്ന് പറയുന്നത്. അത് നമുക്ക് പൂവിട്ട് കായ ആവുമ്പോഴാണ് 46 അടിക്കുന്നതെങ്കിൽ കായ വന്നതിന് ശേഷമാണ് 56 അടിക്കുന്നത് കേട്ടോ. പൂവാകുന്ന സമയത്ത് നമ്മൾ 46 അടിക്കുന്നുണ്ടെങ്കിൽ കായ ആയതിനു ശേഷമാണ് 56 അടിക്കുന്നത്. ഇതേ അനുപാതത്തിൽ തന്നെയാണ് 56 അടിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ചെടികളൊക്കെ വളരെ ഗംഭീരമായിട്ട് വളരാനും അത് ധാരാളം കായ്ക്കാനും അത് പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ.